കരിനീല കണ്ണുള്ളോളെ. വ്ളോഗിടണമെന്നെല്ലാം വിചാരിക്കും, പക്ഷെ എൻ്റെ ശബ്ദം സമ്മതിക്കുന്നില്ല. പിന്നെ വന്നിട്ട് പുരയിൽ വരുന്ന ഫാമിലിനോട് മിണ്ടാനൊന്നും എനിക്ക് പറ്റുന്നില്ല. അത്രയ്ക്കും ശബ്ദം ചിലപ്പോൾ പോകുന്നുണ്ട്. അങ്ങനെ കുറേ ദിവസം ഭയങ്കര തിരക്കായി പുരയിൽ വന്നപ്പോൾ. അതുകൊണ്ടാണ് ഞാൻ വ്ളോഗൊന്നും ഇടാത്തത്. എല്ലാവരും വന്നിട്ട് പോകുമ്പോഴത്തേക്ക് ഭയങ്കര സങ്കടമാണ്. എല്ലാവരും ഉള്ളപ്പോൾ ഭയങ്കര രസമാണ്. നാട്ടിൽ വന്നപ്പോൾ പിന്നെ നമ്മളെ ഫാമിലിയെല്ലാം വരുമല്ലോ. അങ്ങനെ ഇത് മീൻ വാങ്ങാൻ പോയതാണ് നമ്മൾ ഇപ്പോൾ സ്ഥിരം വാങ്ങുന്ന സ്ഥലത്താണ് പോകുന്നത്. ഇക്കാൻ്റെ ഫാമിലിയെല്ലാം വന്നിട്ടുണ്ട്. അതിന് ഉമ്മ, അപ്പ, അനിയന്മാർ, പിന്നെ അനിയന്മാർ വൈഫ്, അങ്ങനെയെല്ലാം പുരയിലെല്ലാവരും ഉണ്ടായിരുന്നു. കുറേ ആളുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു ആ കുറച്ച് ദിവസം. അങ്ങനെയെല്ലാം നമ്മൾ നല്ല തിരക്കിലായി. അതുകൊണ്ടാണ് ഞാൻ വ്ളോഗൊന്നും ഇടാനുള്ള സമയമൊന്നും കിട്ടുന്നുണ്ടായിട്ട്. ശരിക്കും ഞാൻ കുറച്ച് തിരക്കിലേക്കല്ലേ വന്നത്. അപ്പോൾ അത് പെട്ടെന്നൊന്ന് തീർത്തിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ നമുക്ക് പച്ചമാങ്ങ കിട്ടിയപ്പോൾ കുറച്ച് അച്ചാറെല്ലാം ഇട്ടിനെ, റാണിമാവും ഞാനും കൂടിയിട്ട്. അത് പിന്നെ 2 ദിവസത്തേക്ക് നമുക്ക് ഉണ്ടാവും. ചായക്കെല്ലാം കൂട്ടുകൂടെ അച്ചാർ, അങ്ങനത്തെ ആണ് പിള്ളേർ. കുറച്ച് നേരം കിട്ടുന്ന സമയത്ത് കുറച്ച് ഞാൻ ഇങ്ങനെ നമ്മളെ വിശേഷങ്ങളെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടായിന്. അത് പിന്നെ ഇടാമെന്ന് വിചാരിച്ചിട്ട്. കാരണം എനിക്ക് പറഞ്ഞിട്ട് നാട്ടിലെത്തിയിട്ട് ശബ്ദമില്ല, നാട്ടിലേക്ക് വരുമ്പോഴും ശബ്ദമില്ല. അങ്ങനെ പോയി കുറച്ചധികം മിണ്ടിയാലും എനിക്ക് നല്ല തൊണ്ട വേദന ഉണ്ടായിന്. നമുക്ക് രാവിലെയെല്ലാം ഇത് തന്നെയാണ് പണി. ഇക്കാൻ്റെ ഉമ്മ, എൻ്റെ ഉമ്മ, പിന്നെ ബാക്കി അനിയന്മാരെ വൈഫ് എല്ലാം കുടിക്കുമ്പോൾ ഇങ്ങനെ തോട്ടത്തിലെല്ലാം ഇറങ്ങും. ഓരോന്നെല്ലാം എന്തെല്ലാം കിട്ടും, എന്തെങ്കിലും കിട്ടാതിരിക്കുകയില്ല. അങ്ങനെ ഈ സമയമായതുകൊണ്ട് പിന്നെ കുറച്ച് മഴയത്തെല്ലാം അങ്ങനെ കിട്ടുകയില്ലല്ലോ. ഇപ്പം തന്നെ തീരാനായല്ലോ. അങ്ങനെ അതെല്ലാം കിട്ടിയതെല്ലാം പറിച്ച് തിന്നലാണ് പണി. ഇക്കാൻ്റെ അനിയൻ്റെ മക്കളെല്ലാം ഉണ്ടായിന്. അപ്പോൾ നിഹാലും നെയിലാക്കലും പിന്നെ അതിൻ്റെ ഒക്കെ ഒന്നിച്ച് കളിക്കലായി. ഓരോ ദിച്ച് വാങ്ങ വർക്കലും അതെന്നായി പണി. പിന്നെ വെയിലത്ത് തന്നെ, നല്ല വെയിലും അല്ലേ, വെയിലത്ത് തന്നെയാണ് പിള്ളേർ ഏത് സമയത്തും. എല്ലാവരും ഉള്ളതുകൊണ്ട് തന്നെ കുറച്ചധികം പഴംപൊരി, പിന്നെ ബാക്കി ഫുഡെല്ലാം കുറച്ചധികം റണിമെല്ലാം ഒരുക്കുന്നുണ്ട്. ബീഫ് കറി, ചിക്കൻ കറി, അങ്ങനെ എന്തെല്ലാം ഒരുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ പൊറോട്ട, പിന്നെ പത്തിരി, നെയ്പത്തിരി, അങ്ങനെ എന്തെല്ലോ ആക്കിയിട്ടുണ്ടതാ. പിന്നെ ഉമ്മൻ്റെ അനിയത്തി ഫാമിലി വരുന്ന പറഞ്ഞിട്ടുണ്ടായിന്. അങ്ങനെ കുറച്ച് ബിരിയാണിയെല്ലാം ഉണ്ടാക്കുന്നുണ്ട്. അപ്പം നമ്മൾ ചെറിയ കിച്ചണിലാണ് റാണിമ എല്ലാ ഫുഡും ഉണ്ടാക്കല്. ഞാൻ എത്ര പറഞ്ഞെങ്കിലും റാണിമ ഈ കിച്ചണിലൊന്നും ഉണ്ടാക്കല, അത് ഇങ്ങനെ ആവും, കച്ചറാവും, അങ്ങനെ ഇങ്ങനെ പറയും. പക്ഷെ എനിക്ക് ഇല്ലാന്ന് ഉണ്ടാക്കാൻ ഇഷ്ടം. നമുക്ക് എന്തായാലും വെറുതെ വെക്കണ്ടല്ലോ കിച്ചണെന്ന് പറഞ്ഞാൽ. പിന്നെ എനിക്ക് എൻ്റെ ഒരു ഇതിനും വേണ്ടിയിട്ട് റാണിമ കുറച്ച് നേരത്തേക്കിലേക്ക് ഗ്യാസ് സിലിണ്ടറെല്ലാം കൊണ്ടുവച്ച് തന്നേനെ. അങ്ങനെ എല്ലാവരും തിരക്കിട്ട പണിയിലാണ് ഓറ് വരുന്നതുകൊണ്ട്. അനിയന്മാരെ വൈഫും അങ്ങനെ എല്ലാവരും നല്ല പണിയിലാണ്. അതിൻ്റെ ഇടയിൽ നമ്മളെ കിണറ്റിൻ്റെ പണിയും നടക്കുന്നുണ്ട്. നമ്മളെ മോട്ടറെല്ലാം അപ്പം തന്നെ കേടായി. പിന്നെ അത് ഇങ്ങനെ സ്ഥിരം ഒരു പരിപാടിയല്ലേ, ആരെങ്കിലും വരുന്നതെന്ന് പറഞ്ഞെങ്കിൽ അപ്പം എന്തെങ്കിലും ഒന്ന് കേടാവും. അപ്പോൾ അതിൻ്റെ പണിയാവുമല്ലോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതിൻ്റെ ഇടയിൽ നമുക്ക് നല്ല തിരക്കിട്ട പണിയായിരുന്നു. ഞാൻ ബിരിയാണി ഉണ്ടാക്കി. പിന്നെ ബാക്കിയെല്ലാം റണിമാവും എല്ലാവരും കൂടിയിട്ട് ഉണ്ടാക്കുന്നുണ്ട്. മീൻ കറിയും പച്ചക്കറിയും അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കുന്നുണ്ട്. മീൻ പൊരിച്ചതും അങ്ങനെയല്ല. എൻ്റെ ബിരിയാണി ഉണ്ടല്ലോ, ഞാൻ നാടെല്ലാം ഉണ്ടാക്കുന്ന നമ്മളെ തലശ്ശേരി ദം ബിരിയാണി, അതാണ് ഞാൻ എപ്പോഴും ഉണ്ടാക്കൽ. അത് ഞാൻ വെച്ചിന്, അതെല്ലാവർക്കും ഇഷ്ടമാണ് ഞാൻ ഉണ്ടാക്കുന്ന ബിരിയാണി. അങ്ങനെ ഞാനത് ബിരിയാണി ഉണ്ടാക്കിയത്. അങ്ങനെ ഈ കിച്ചണിലായതുകൊണ്ട് അങ്ങനെ ഉണ്ടാക്കി. റാണിമ പറയും ഞാൻ ഇത് പണി കഴിഞ്ഞ പാട് സിലിണ്ടർ അപ്പുറത്തെ കൊണ്ടുവെക്കുന്നു. റാണിമക്ക് ഇഷ്ടമല്ലേ ഈ കിച്ചണ് കേടാക്കുന്നത്. എനിക്കാണെങ്കിൽ ഇങ്ങനെ എന്തിനും ഇങ്ങനെ എടുത്ത് വെക്കുന്നത് അങ്ങനെയെല്ലാം പറയും.
അങ്ങനെ എല്ലാവരും വന്നിന്, എല്ലാവരും ഫുഡ് കഴിക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. കുറേ ആൾ അറിയുമല്ലോ വീഡിയോയിൽ നിൽക്കാത്ത ആൾക്കാരുണ്ടല്ലോ, അങ്ങനെ കുറേ ആൾക്കാരുണ്ടാവുമല്ലോ നമുക്ക് ഭയങ്കര രസം. പിന്നെ ഞാനില്ല ഇങ്ങനെ കുറച്ച് വിശേഷങ്ങളെല്ലാം എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇടാനൊന്നും പറ്റിയിട്ടൊന്നുമില്ല. അതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് പായസമെല്ലാം ഉണ്ടാക്കിന്. നമ്മൾ നാടൻ പാലില്ലേ അതെല്ലാം കിട്ടുന്നുണ്ട് ഇവിടെ. അങ്ങനെ അതിൽ പായസമെല്ലാം ഉണ്ടാക്കി. പിള്ളേർ ചായ ഒന്നും കുടിക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് പായസം ഉണ്ടാക്കി. നമ്മളെ പേർക്ക് കുറേ ആൾക്കാരിൽ വരുമ്പോൾ ഭയങ്കര സന്തോഷമല്ലോ അല്ലേ. അവർ തിരിച്ചു പോകുമ്പോൾ അതിനേക്കാൾ സങ്കടമാവും നമുക്ക്. കുറച്ച് നേരം നമുക്ക് ഭയങ്കര ഹാപ്പി അല്ലേ അല്ലേ. എല്ലാ പേരിലും അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ. അങ്ങനെതാ ഇക്കാൻ്റെ വീട്ടുകാരൊന്നും പോയിട്ടൊന്നുമില്ല, ഉമ്മൻ്റെ അനിയത്തി ഫാമിലിയെല്ലാം വന്നിട്ട് പോയത്. അങ്ങനെ നമുക്ക് രാത്രിയിൽ പിന്നെ അപ്പുറത്ത് തന്നെ പോരെ ഞങ്ങളെ നെയ്ബറെ പുരയിൽ നിക്കാഹ്, കല്യാണമല്ല നിക്കാഹ് മാത്രം. അങ്ങനെ നമ്മളെ വിളിച്ചിട്ടെല്ലാം ഉണ്ടായിരുന്നു. എൻ്റെ പൂവെല്ലാം പൊട്ടിച്ചിട്ട് നിങ്ങൾ ഓണോട്ടതല്ല. അങ്ങനെ ഞമ്മ രാത്രി ഒന്ന് കയറിയിട്ട് വരാൻ എന്നിട്ട് നമ്മളെ നെയ്ബറല്ലേ, അപ്പോൾ ഞമ്മ പോകണമല്ലോ എന്തായാലും വിളിച്ചതല്ലേ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അപ്പുറത്തെ വീട്ടിലേക്ക് പോയിന്. എൻ്റെ വീടിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള വീട്ടിലാണ് നിക്കാഹ് ഉണ്ടായത്. അങ്ങനെ ആടെ പോയിട്ട് വന്നിന്. അശ്വ ഒന്നിച്ച് വന്നിട്ടുണ്ട്, അതിന് ഉമ്മ വന്നിട്ടുണ്ട്, അതിനങ്ങനെ അന്നൊന്നും വന്നിട്ടുണ്ടായിട്ട് പുരയിലെ ആൾക്കാരുണ്ടല്ലോ ഇക്കാൻ്റെ ഫാമിലിയെല്ലാം ഉണ്ടല്ലോ. അങ്ങനെ ഓള് വരുന്നില്ല എന്ന് പറഞ്ഞ് ഓരോരുത്തെല്ലാം നിൽക്കുന്നു പറഞ്ഞിട്ട്. പിന്നെ രാവിലെ ഞാൻ ഉപ്പാനെയും കൊണ്ട് മീനിന് പോയിന്. ഉപ്പാക്ക് മീൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പിന്നെ ഉപ്പാനെയും കൊണ്ട് തന്നെ പോയി. ഉപ്പ അങ്ങനെ ഇപ്പോൾ പുറത്തിറങ്ങാറൊന്നുമില്ല. അപ്പോൾ ഞാനിങ്ങനെ കൊണ്ടുപോയതാണ്. വെറുതെ വീട്ടിലിരിക്കുന്നല്ലേ, അപ്പോൾ ഒരു ചേഞ്ച് ആവുമല്ലോ എന്ന് പറഞ്ഞിട്ട്. പിന്നെ മുമ്പല്ലേ ഉപ്പ മീനെല്ലാം വാങ്ങുമോ അങ്ങനെയെല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അത് തീരെ വയ്യ. നമ്മളെ അടുത്ത് തന്നെ ഉണ്ട് ഒരു ഗ്രാൻഡ് ഹൈപ്പർ മാർക്കറ്റ് എന്നാണ് അധികം സാധനം വാങ്ങൽ. പിന്നെ കുറേ മഞ്ചും ഇതെല്ലാം വാങ്ങിന്. പിള്ളേരുണ്ടല്ലോ പുരയിലേ. അപ്പം നമ്മൾ തിരിച്ച് പോകുമ്പോഴത്തേക്കിന് എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടാന്നിട്ട് കാക്കുമല്ലോ. എൻ്റെ മക്കളുണ്ട്, അനിയന്മാരെ മക്കളുണ്ട്, അങ്ങനെ എല്ലാവരും പുരയിലുണ്ടല്ലോ. അങ്ങനെ നമ്മൾ മീനെല്ലാം വാങ്ങിയിട്ട് വന്നിന്. എൻ്റെ ചെറിയ കുഞ്ഞുണ്ടായിന്. അപ്പോൾ അതിനോട് തന്നെ കളിക്കുന്നുണ്ട്. അതിൻ്റെ പിന്നെ കുസൃതിയും അതെല്ലാം ഞാൻ പറഞ്ഞില്ലല്ലോ, അതിനെയും കൂടി കണ്ടതാണ് ഈ വരവിൽ. അങ്ങനെ നമ്മളില്ലേ പിറ്റേന്ന് കുറച്ച് ചെടിയെല്ലാം വാങ്ങാന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ടായിന് ഉമ്മെല്ലാം പോയതിൻ്റെ ശേഷം. അപ്പോൾ നമുക്കറിയില്ലായിരുന്നു ഇങ്ങനെ എന്തായിട്ടുണ്ടെന്നൊന്നും നമുക്കറിയില്ലായിരുന്നു. ഞാൻ ചെടി വാങ്ങാൻ പോയി, നിഹാലിനെയും കൂട്ടി നൈലാനെയും കൂട്ടി. അങ്ങനെ ചെടിയെല്ലാം വാങ്ങുന്നതിൻ്റെ ഇടയിൽ തന്നെ നിഹാലിന് തീരെ വയ്യ. ഇങ്ങനെ ഫസ്റ്റ് ഇങ്ങനെ നടക്കുന്നതിലുണ്ടായിന്. പിന്നെ ഓന് വണ്ടിയിൽ ഇതിൽ ഭയങ്കര കരച്ചിൽ തുടങ്ങിയത്. പിന്നെ അവനിക്ക് കാല് കുത്താനേ പറ്റുന്നില്ല. അപ്പോഴാണ് പറയുന്നത് പുരയിൽ നിന്ന് വരുമ്പോഴത്തേക്കിന് തന്നെ ഗേറ്റിൻ്റെ അടുത്ത് നിന്ന് ഒന്ന് സ്ലിപ്പായിനെന്ന്. പക്ഷെ വന്നിട്ടും ഓന് അത് നേരെ നടക്കുന്നതിലുണ്ടായിന്. ഇപ്പം എന്തെങ്കിലും കാണുന്നില്ലേ, ഓന് ശരിക്കും നടക്കുന്നതെല്ലാം ഉണ്ടായിന്. ഒന്നും നമുക്കൊരു മിസ്റ്റേക്കും തോന്നിയിട്ടൊന്നുമില്ല. ഓന് പെട്ടെന്ന് കാറിലെല്ലാം എത്തിയിട്ട് ഭയങ്കര കരച്ചിലായി. ഓക്സിജൻ്റെ കുറവൊക്കെ ഉണ്ട്. അങ്ങനെ ചെടിയെല്ലാം വാങ്ങിയിട്ടായിട്ട് നൈലാക്ക് പിന്നെ ഒരു ഇതുണ്ടായിന്. അവിടെ വന്നപ്പോൾ നമുക്ക് കല്ലുമ്മക്കായ തിന്നാൻ പോകണമെന്ന്. അപ്പോൾ ഈ എന്താ പറയുന്നത് ചെമ്പരിക്ക ബീച്ചിൻ്റെ അടുത്ത് ചെമ്പരിക്ക പോകുന്ന വഴിയിലാണ് ഞാൻ ഈ ചെടി വാങ്ങാൻ പോയത്. അപ്പോൾ കല്ലുമ്മക്കായ എങ്ങനെ പോകണമെന്ന് അറിയും. പിന്നെ എന്തായാലും എത്തിയതില്ല. ഓന് ഭയങ്കര കരച്ചിലായിരുന്നു വണ്ടിയിൽ. ഞാൻ സൗണ്ട് ഇടാഞ്ഞിട്ട് അത് ഭയങ്കര കരച്ചിലായിരുന്നു. എനിക്ക് കല്ലുമ്മക്കായ വേണ്ട അതെല്ലാം പറഞ്ഞുകൊണ്ടൊന്നും തന്നിട്ടൊന്നുമില്ല. അതിൻ്റെ ഇടയിൽ പിന്നെ അടുത്തോളം എത്തിയല്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് കുറച്ച് നേരം ബീച്ചിൽ ഇറങ്ങിയിട്ടൊന്നുമില്ല. നമുക്ക് നടക്കാൻ പറ്റുന്നില്ല. എനിക്ക് നല്ല ജലദോഷം. എങ്ങനെയും സൗണ്ട് പോയിട്ടുണ്ട്, എനിക്ക് കംപ്ലീറ്റ് പോയി.
ഒന്നും കൂടി ചോദിക്കാം. അങ്ങനത്തെ കുറേ ഉണ്ടല്ലോ കാലത്തെ. നമ്മൾ വിൻറ്റേജിലാണ് കാണിച്ചത് പോനെ. പിന്നെ ഡോക്ടർ എക്സ്റേ എല്ലാം എടുക്കാൻ പറഞ്ഞ് എക്സ്റേ എല്ലാം എടുത്ത് അങ്ങനെ ഡൗട്ട് പറഞ്ഞിട്ടുണ്ടായിന് ചെറിയ ഒരു ഇങ്ങനെ കാണുന്നുണ്ട് പറഞ്ഞ്. പിന്നെ അപ്പനെ കെട്ടി പിന്നെ കാലെല്ലാം കെട്ടി ഐസ് ക്യൂബെല്ലാം വെച്ചിട്ട് അങ്ങനെല്ലാം അപ്പനെ എക്സ്റേ എല്ലാം ഡോക്ടർ നോക്കുന്നുണ്ടായിന്. അങ്ങനെ ചെറിയൊരു ഡൗട്ട് ഉണ്ടെന്ന് പറയും. പിറ്റേന്നാ കാണിക്കണമെന്നെല്ലാം പറഞ്ഞിട്ടുണ്ടായിന്. അങ്ങനെ അന്നത്തെ ദിവസം നിഹാലിനെ ഇങ്ങനെ കാലിൽ കെട്ടി വെച്ചിന്. അങ്ങനെ കാലെല്ലാം ബാൻഡേജ് ആക്കിയിട്ട് അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും ആയിട്ടാ. അങ്ങനെ പിന്നെ പിറ്റേന്നൊക്കെ എല്ലാം അൽഹംദുലില്ലാ എല്ലാം നേരായിരുന്നു അവൻ്റെ കാല്. പിന്നെ വരുമ്പോൾ എനിക്ക് നല്ല ജലദോഷവും അങ്ങനെയല്ല എനിക്കായിരുന്നു. ഞാൻ നാട്ടിലെത്തിയിട്ട് ഭയങ്കര എന്താ പറയുന്ന പെട്ടു അറിയുന്നില്ല അങ്ങനത്തെ ഒരു അവസ്ഥ. ജലദോഷം തൊണ്ടവേദന സൗണ്ട് പോലെ എല്ലാം അങ്ങനെ ആയിന്. ഇൻഷാ അല്ലാഹ് നല്ല ഒരു വിശേഷങ്ങളായിട്ട് പോകലായിട്ട് ഇൻഷാ അല്ലാഹ് പെട്ടെന്ന്. കൽബിന്റെ ബഹറാണോള്